ഹലോ, ഇന്ന് നല്ല ശീലാവ് മീൻ കിട്ടിയിട്ടുണ്ടേ. മീൻ്റെ മണം കിട്ടിയപ്പോൾ പൂച്ച സാറുമാർ അപ്പോഴേ തന്നെ ഹാജരായിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെട്ടിക്കഴുകിയെടുക്കലാണ് കേട്ടോ എൻ്റെ കർത്തവ്യം. അതിലേക്ക് ഞാൻ ഭംഗിയായിട്ട് കടന്നിട്ടുണ്ട്. ഈ മീൻ ഇങ്ങനെ വെട്ടിക്കഴുകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻകാലം വന്ന് മീൻ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി എനിക്കുള്ളതാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് മീൻ്റെ കവർ ഓടിപ്പോയി മേടിക്കലാണ് കേട്ടോ എൻ്റെ പണി. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ മീനെ ശീലാവെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം പല സ്ഥലത്തും പല മീനും പല പേരാണ് പറയുന്നത്. മീനിൻ്റെ വിലയാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും കുതിച്ച് പൊങ്ങുകയാണ് ചെയ്യുന്നത്. ഈ മീൻ തന്നെ 4 എണ്ണം 100 രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത്. വീഡിയോയിൽ കാണുന്ന പോലെ അത്ര നീളമൊന്നുമില്ല മീൻ, എന്നാൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു, കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അംഗസംഖ്യ ഞാനടക്കം 4 പേരാണ്. ഞങ്ങൾക്ക് 2 നേരത്തേക്ക് ഇത് മതിയെന്നേ. ആ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുത്തു തന്നത് എൻ്റെ അമ്മയായിരുന്നു. അതിനുശേഷം അമ്മയുടെ കർത്തവ്യം ഞാൻ ഏറ്റെടുത്ത് എൻ്റെ കർത്തവ്യം അമ്മയെ ഏറ്റെടുത്തുട്ടാ. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ കൈകളുണ്ടല്ലോ, ഇതെൻ്റെ അമ്മയുടേതാണ്. നേരത്തെ കണ്ട കൈകൾ എൻ്റേതും. ഇനി ആ കാര്യത്തിലൊരു സംശയം വേണ്ടെന്നേ. ഞാൻ മീനെല്ലാം നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് 2 നേരത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ അമ്മ തന്നെ വേണേ. അതാണ് കേട്ടോ അമ്മേനെ ഏൽപ്പിച്ചത്. അമ്മയാവുമ്പോൾ ഒരു നേരത്തേക്ക് ഒരാൾക്ക് ഇത്ര കഷ്ണം വീതം എന്ന കണക്കിലത് നുറുക്കിയെടുത്തോളും. ഞാനാകുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞും കൂടിയിരിക്കും. കൂടാനൊട്ടും വഴിയില്ല, മിക്കതും കുറയാനേ വഴിയുള്ളൂ. അതാണ് ഞാൻ അമ്മയ്ക്ക് ആ കർത്തവ്യം കൊടുത്തത്. ഇനിയിപ്പോൾ കഴുകൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി അമ്മ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഞാൻ അമ്മേനെ ഏൽപ്പിച്ച് ഞാൻ വീഡിയോ എടുക്കൽ തന്നെ തുടർന്നേ. പക്ഷെ ആരും പേടിക്കണ്ട, ഇത് കറി വെക്കുക എന്നുള്ള കർത്തവ്യം അതെനിക്ക് മാത്രമുള്ളതാണ്. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും പോയി ഒന്ന് എല്ലാവരും കാണണേ. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഇവനെ ഒന്ന് കറി വെച്ചിട്ട് വരാം. അപ്പോൾ ടാറ്റാ.